കവറിൽ മാത്രമല്ല ഇനി കുപ്പിയിലും മിൽമ പാൽ കിട്ടും. മിൽമ കൗ മിൽക്ക് 1 ലിറ്റർ ബോട്ടിൽ ഇന്നു മുതൽ വിപണിയിലെത്തും. സ്വകാര്യ കമ്പനികളുമായുള്ള മത്സരം മറികടന്ന വിപണി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായും ഓണവിപണി ലക്ഷ്യം വെച്ചുമാണ് പുതിയ പദ്ധതി. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് വിതരണം ആരംഭിക്കുന്നത്. മത്സരം കടുത്തതോടെയാണ് മിൽമയും കുപ്പിപ്പാലുമായി രംഗത്തെത്തിയത്. ഗുണമേന്മയുള്ളതും പുനരുപയോഗിക്കാവുന്നതുമായ 1 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് പാലെത്തിക്കുക. കുപ്പി തുറന്നുപയോഗിച്ച ശേഷം അവശേഷിക്കുന്നത് ശീതീകരിച്ച് സൂക്ഷിച്ചാൽ 3 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. ഗുണമേന്മയുള്ള ഫുഡ് ഗ്രേഡ് ബോട്ടിലാണ് പാക്കിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് മിൽമ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആദ്യഘട്ട വിതരണം. പിന്നീട് പത്തനംതിട്ട, കൊല്ലം യൂണിറ്റുകളിലും വിതരണം നടത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇത് നടപ്പിലാക്കുന്നത്. തുടർന്ന് വരുന്ന നാളുകളിൽ നമ്മുടെ കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, ഈ 3 ജില്ലകളിൽ കൂടി നടപ്പിലാക്കിയാൽ സമ്പൂർണ്ണമായും നമുക്ക് ബോട്ടിൽ രംഗത്ത് നമുക്ക് ഈ മിൽമയെ കൊണ്ടുവരാൻ സാധിക്കും. കേരളത്തിൽ മറ്റ് യൂണിറ്റുകളും ഇത് ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. നമ്മൾ ഒരു ചായ കുടിക്കാൻ കടയിൽ കയറി കഴിഞ്ഞാൽ മിൽമ നാടൻ പാലാണോ അല്ലെങ്കിൽ മിൽമ പാലാണോ എന്ന് ചോദിക്കും. അത് മിൽമയ്ക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണെന്നാണ് ഏറ്റവും പ്രധാന പ്രശ്നം. മിൽമ പാലാണെങ്കിൽ ധൈര്യമായിട്ട് ചായ ഇട്ടോ കുടിക്കാം, എത്ര കുടിച്ചാലും കുഴപ്പമില്ല. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ഏറ്റവും ശക്തമായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മിൽമ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ സാധാരണ കർഷകർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന, അവർക്ക് ഏറ്റവും നല്ല കൃത്യമായി അവർക്ക് വരുമാനവും എല്ലാം കൊടുക്കുന്നൊരു സ്ഥാപനമാണ്. അവിടെ ഈ പുതിയൊരു സംഭവം ഇറക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ വർഷം 39.50 കോടിയാണ് മിൽമയുടെ ലാഭം. മുൻകാലങ്ങളിൽ ആദ്യമായാണ് മിൽമയ്ക്ക് ഇത്രയും ലാഭം ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2024-25 വർഷത്തിൽ മികച്ച വിൽപ്പന കൈവരിച്ച ഡീലർമാർക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച പ്രതികരണമുണ്ടായാൽ കൂടുതൽ പാൽ വിൽപ്പനയ്ക്കെത്തിക്കുമെന്നും മിൽമ അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.